അപ്പൊ ഗായ്സ് നമ്മള് ഒരുങ്ങിട്ടൊക്കെ നമ്മള് ഓരോരോ സ്ഥലങ്ങൾക്ക് പോവാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡ്രസ്സ് ഇതാട്ടോ, ഒരു കോഡ് സെറ്റ് പോലത്തെ ഡ്രസ്സാണ്, ബഗ്ഗിയൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് പോവാം. അടിപൊളിയാണ് ഗായ്സ്, ഇവിടുത്തെ നൈറ്റ് വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നൈറ്റ് വ്യൂ ഉണ്ട്, അടിപൊളിയാക്കണം കേട്ടോ. മറ്റേ എല്ലാ സ്ഥലവും കാണാൻ പറ്റത്ത്. അപ്പൊ ഞങ്ങള് വന്നിട്ടുള്ളത് റഗാത്താൻ പാർക്ക് പറഞ്ഞിട്ടാട്ടോ. ഇവിടെ എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ഉള്ളിൽ കയറി വെക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ പാർക്കിംഗ് അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. നമ്മൾ ആ പാർക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു റഗാദാൻ ഫോറസ്റ്റ് പാർക്ക് എന്നാട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഫുള്ള് ഒരു ഫോറസ്റ്റ് ടൈപ്പാണ്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ നല്ല തണുപ്പൊക്കെ ആസ്വദിക്കുക. നമുക്കിങ്ങനെ ഫുഡൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല കാമായിട്ട് ഇരുന്ന് വിരിയൊക്കെ വിരിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ അൽപ്പഹയ്ക്ക് വരണവർക്കൊക്കെ എന്തായാലും പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് റഗാദാൻ ഫോറസ്റ്റ് പാർക്ക് കേട്ടോ. ഗൈസ് ഇവിടെ ഫുള്ള് കാടാട്ടോ. ഇത് റഗാദാൻ ഫോറസ്റ്റ് പാർക്കാണ്, ഫുള്ള് കാടാണ്. പിന്നെ ഇവിടെ കുറച്ച് ഒരു സ്ഥലത്തുണ്ട്, ഇവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ശുദ്ധമായ വായു ശ്വസിക്കാനാണ് കൂടുതൽ ആൾക്കാർ വരിക. നല്ല കാം പ്ലേസ് ആട്ടോ. ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്, ഇങ്ങനെ ഒരു വുഡിൻ്റെ ബ്രിഡ്ജ്. നമുക്ക് നമുക്ക് ഇങ്ങനെ കയറി വെക്കാം. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ ഒരു ബ്രിഡ്ജാട്ടോ. നല്ല ലൈറ്റൊക്കെ എടുത്ത് നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഞാൻ പിന്നെ ഒരു ക്രോസ് ബോയ് ബാഗും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. കയറി വന്ന പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങി പോവാട്ടോ. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ പോലെ ഇരുന്ന് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഊട്ടിയിലത്തെ ബൊട്ടാനിക്കൽ ഗാർഡനാട്ടോ ഓർമ്മ വന്നത്. അതേ ഒരു തണുപ്പും അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തതായിട്ട് ഉമ്മച്ചീൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കണതൊക്കെ ഉമ്മച്ചി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുക. നല്ല ക്ലിയറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ട്. ഞാൻ ഞെട്ടി ഗൈസ്. ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. നല്ല പല കളറിൽ ഫയർ വർക്ക്സ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കിത് വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇവിടെ എല്ലാത്തിനെയും കണ്ടിലും ഇഷ്ടപ്പെട്ട ഈ ഒരു ഫയർ വർക്ക്സ് കണ്ടപ്പോഴാണ് എനിക്ക് നല്ലൊരു ആശ്വാസമായത് ഇതൊക്കെ കണ്ടപ്പോൾ. ഈദ് മുബാറക്. നമ്മൾ ഈ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെൻസിനെ കല്ല ഇഷ്ടപ്പെട്ടിരിക്കണം ഈ പ്ലേസ്. ഹെൻസ് ഒന്ന് വീഴൊക്കെ ചെയ്തു. ഇപ്പോൾ വെടിക്കെട്ടും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ രാത്രിത്തെ. അപ്പം നമുക്ക് ഹോട്ടലിലെത്തിയിട്ട് കാണാം.
ഗൈസ് നമ്മൾ ഹോട്ടലിലേക്കൊന്നല്ല പോണത്, നമ്മൾ പാർസൽ പഠിക്കാട്ടോ ചെയ്തത്. ഞാനൊരു ഉറക്കൊക്കെ ഉറങ്ങിൻ്റെ ഒരു കണ്ണിൽ മാത്രം ഐലൈനറൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ മേടിച്ചത് ബ്രോസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ നെഗഡ്സ് കേട്ടോ മേടിച്ചിരിക്കണത്. എനിക്ക് ബ്രോസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, അപ്പം ഞാൻ നെഗഡ്സാണ് മേടിച്ചിരിക്കണത്. ഇവിടെ ബ്രോസ്റ്റ് ഇതാ വേറുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി നാളെ ഉണ്ട് കേട്ടോ. നാളെ നമ്മൾ ഇനി കുറേ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യണമെന്നില്ല, നാളെ ഉണ്ട് ഗൈസ്. അപ്പം ഇനി ഒറ്റ പണിയുള്ളൂ, പല്ലേക്കുക, ഡ്രസ്സ് മാറ്റുക, കടക്കുക. നല്ല ക്ഷീണമുണ്ട്, കാരണം ബുറൈദ ടു അബഹ 900 ഇത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പം നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇനി കടക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നാളെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്തായാലും വരും കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഞാൻ ഇടക്കിടക്ക് അബഹ എന്നാട്ടോ പറയണത്, സോറി, അൽബഹേക്കാണ് വന്നിക്കണത്.